എസ് ജെ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് പീക്കു പാർക്കിലെ ബേഡ്സിനെ കാണാനാണ്. ഫസ്റ്റ് എൻട്രൻസിൽ ഇങ്ങനെ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. അവിടെ ഷൂ എല്ലാം കഴുകിയിട്ട് നമ്മൾ അകത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ബേഡ്സിന് ഇൻഫെക്ഷൻ ആകാതിരിക്കാനെന്നാണ് പറഞ്ഞത്. ബേഡ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ അവിടെ നിറയെ സ്റ്റാഫുണ്ട്. ഡിസ്റ്റർബ് ചെയ്യാതെ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് കിളികൾ ഇങ്ങനെ വന്ന് നമ്മുടെ തലയിലും കയ്യിലും ഷോൾഡറിലെല്ലാം ഇങ്ങനെ വന്നിരിക്കും. എനിക്ക് ആദ്യം പേടിയായിരുന്നു, പിന്നെ ശകലം നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പേടിയെല്ലാം മാറി. ആരുടെ കയ്യിൽ സീഡ് ഇരിക്കുന്നോ അവരുടെ കയ്യിലോട്ട് എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ പറന്നു പോകും. സീഡ് ഇരിക്കുന്ന കയ്യിലെല്ലാം ഇങ്ങനെ പറന്നു പോയിരുന്നോളും. ഇതിൻ്റെ ഒരു സെറ്റപ്പ് വന്ന് കാട് മാതിരിയാണ്. കാട്ടിൽ വന്ന് കിളികൾ ഇരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ നമ്മുടെ ബാക്ക് സൈഡിലേ വന്ന് പറന്നിരിക്കും കിളികൾ വന്ന്. എന്നാ രസമോ കാണാനായിട്ട്. ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബേഡ്സിന് ഫീഡിങ് ടൈം മോർണിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ പോയി. അവിടെ ചെല്ലുമ്പോഴേ പറയും നമ്മുടെ കമ്മൽ, ക്ലിപ്പ്, ചെയിനെല്ലാം നിങ്ങളെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടാണ് നമ്മളെ അകത്തോട്ട് വിടുന്നത്. നിറയെ ബേഡ്സ് ഉണ്ട്, എന്നാൽ ഇவ்வளോ ക്ലീൻ ആയിരിക്കും, ഒരു സ്മെല്ല് കൂടി ഇല്ല. കിളികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ സീഡ് കാണിക്കുമ്പോൾ അതിൻ്റെ ആക്ഷൻ കണ്ടോ. അതിന് സീഡ് വേണം തന്നെ പറന്നു വരാൻ പറ്റത്തില്ല. പിന്നെ ലാസ്റ്റ് പറന്നു വന്നു. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല. ആരുടെ കൈ കാണിച്ചില്ല, എല്ലാവരുടെയും കയ്യിൽ അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ അവർ തരുന്ന ഫ്രൂട്ട്സ് മാത്രമേ ഈ കിളികൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ സീഡ് കൊടുക്കത്തില്ല, ഇത് ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ചെല്ലുന്ന ഉടനെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം തരും. അത് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ കൂട്ടത്തോടെ എല്ലാവരുടെയും കൈ കൊടുക്കുന്നുണ്ട്. കൂട്ടത്തോടെ കിളികൾ വരും. ഇവിടെ ഒരു കിളി ഇരുന്ന് ഭയങ്കരമായ സൗണ്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ പേരെനിക്കറിയത്തില്ല. അതിൻ്റെ സൗണ്ടേ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. ഇതിൻ്റെ സൗണ്ട് കേട്ടോ. ബേഡ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏർക്കാടിൽ വന്ന ഒരു 2 days സ്പെൻഡ് ചെയ്താൽ എല്ലാം നിറയെ ഇടമുണ്ട് ചുറ്റി കാണാനായിട്ട്. അതുപോലെ നമ്മൾ ഇതിനകത്ത് കയറിയാൽ നമുക്ക് ടൈം പോകുന്നതേ അറിയത്തില്ല. എനിക്ക് ഒന്നിൻ്റെ പേരറിയത്തില്ല, അതുകൊണ്ടാണ് ഒന്നിൻ്റെ പേര് പറയാത്തത്. ഇവിടെ ലാസ്റ്റ് മാത്രം ഒരു 2-3 എണ്ണത്തിൻ്റെ പേര് അങ്ങനെ എഴുതി വെച്ചിട്ട് കാരണം അത് മാത്രം ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.